ലഹരിക്കും അക്രമത്തിനുമെതിരായി സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനം കെട്ടിപ്പടുക്കുക എന്നതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ്. അക്രമം ആഘോഷിക്കപ്പെടുന്നതും അക്രമത്തെ പർവ്വതീകരിക്കുന്നതും സമൂഹത്തിന് ഭീഷണിയാണെന്നും മന്ത്രി. വലിയകരയിൽ ബംഗാൾ സ്വദേശിനിയെ തടവിൽ വെച്ച സംഭവത്തിൽ ദുരൂഹതയേറുന്നു. പ്രതികൾ തൃശൂരിൽ സ്പായുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായി പോലീസിന് സൂചന ലഭിച്ചു. SSLC +2 പരീക്ഷകൾക്ക് നാളെ തുടക്കമാകും. SSLC പരീക്ഷ എഴുതുന്നത് 4,26,990 വിദ്യാർത്ഥികൾ. സംസ്ഥാനത്ത് റംസാൻ വ്രതത്തിന് തുടക്കമായി. ഇനിയുള്ള ഒരു മാസം പള്ളികളും വീടുകളും പ്രാർത്ഥനാമുഖരിതം. ക്രൈസ്തവ വിശ്വാസികളുടെ വലിയ നോമ്പാചരണത്തിന് ഇന്ന് അർദ്ധരാത്രി മുതൽ തുടക്കമാകും. പുല്ലൂർ CIയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അനന്തുമാരിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. കാപ്പ പ്രകാരം നാടുകടത്തിയ പ്രതി ഉൾപ്പെടെ രണ്ടുപേരെ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും MDMAയുമായി തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ലഹരിക്കും അക്രമത്തിനുമെതിരായി സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയെന്നതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് മന്ത്രി എം പി രാജേഷ്. അക്രമം ആഘോഷിക്കപ്പെടുന്നതും അക്രമത്തെ പർവ്വതീകരിക്കുന്നതും സമൂഹത്തിന് ഭീഷണിയാണെന്നും മന്ത്രി പറഞ്ഞു. കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ 44ാം സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായി കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കാളികളാക്കിക്കൊണ്ടുള്ള വിപുലമായ ജനകീയ ചെറുത്തുനിൽപ്പുണ്ടാക്കും. നിയമം കാര്യക്ഷമമായി നടപ്പാക്കുവാനും അതിലുപരിയായി ലഹരിക്കെതിരായി സാമൂഹിക ഇടപെടലുകൾ നടത്താനും സാമൂഹിക അവബോധമുണ്ടാക്കാനും ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്നതാണ് കേരള എക്സൈസിനെ വ്യത്യസ്തമാക്കുന്നത്. ഇന്ന് കേരളത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ലഹരിക്കെതിരായിട്ടുള്ള, ഹിംസക്കെതിരായിട്ടുള്ള, ക്രൈമിനെതിരായിട്ടുള്ള ഒരു സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനം കെട്ടിപ്പടുക്കുക എന്നതാണ്. വരുന്ന വാർത്തകൾ ആശങ്കയുളവാക്കുന്നതാണ്. 15ഉം 16ഉം വയസ്സുള്ള കുട്ടികൾ കൂട്ടത്തോടെ ചേരിതിരിഞ്ഞ് തല്ലി മരിക്കുന്നു എന്നത് ആശങ്കയുളവാക്കുന്ന കാര്യമാണ്. ലഹരിയുടെ സ്വാധീനത്തിലും ലഹരിയുടെ സ്വാധീനമില്ലാതെയും കൗമാരക്കാർക്കിടയിൽ, ചെറുപ്പക്കാർക്കിടയിൽ അക്രമം പെരുകുന്നു, കുറ്റവാസന വർദ്ധിക്കുന്നു എന്നത് വളരെ ഗൗരവമായ പഠനത്തിനും നമ്മൾ വിധേയമാക്കേണ്ടതാണ്. ഒരു ഭാഗത്ത് അക്രമം ആഘോഷിക്കപ്പെടുകയാണ്, വയലൻസിന്റെ ആഘോഷം നടക്കുകയാണ്. സെലിബ്രേഷൻ ഓഫ് വയലൻസ് എന്ന വളരെ അപകടകരമായ ഒരു പ്രവണത വളർന്നു വരുന്നു. അതിലേക്ക് എത്തിക്കുന്നത് എന്താണ്? എത്തിക്കുന്നത് ഹിംസയുടെ മഹത്വവൽക്കരണമാണ്. ഗ്ലോറിഫിക്കേഷൻ ഓഫ് വയലൻസ് നടക്കുന്നു. അടുത്ത കാലത്ത് ഇറങ്ങിയ ചില മലയാള സിനിമകൾ അതിനെ അവതരിപ്പിച്ചത് എങ്ങനെയാണ്? ദ മോസ്റ്റ് വയലന്റ് ഫിലിം ഇൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞിട്ടാണ് ഒരു സിനിമയെ അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ് മറ്റൊരു സിനിമയെ അവതരിപ്പിക്കുന്നത് വയലൻസിന്റെ നരകത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ വയലൻസിന്റെ നരകത്തിലേക്കും ലഹരിയുടെ നരകത്തിലേക്കുമൊക്കെ നമ്മുടെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന അനേകം ദുസ്വാധീനങ്ങളുണ്ട് എന്നുകൂടി കാണണം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച എക്സൈസ് സേന എന്ന നേട്ടം നിലനിർത്താനും ലഹരിക്കും മയക്കുമരുന്നിനുമെതിരായുള്ള പോരാട്ടത്തിൽ കുന്തമുനയായി പ്രവർത്തിക്കാനും സംസ്ഥാന എക്സൈസിന് കഴിയണമെന്ന് മന്ത്രി രാജേഷ് ഓർമ്മിപ്പിച്ചു. കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് N. അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. മുരളി പെരുന്നെല്ലി MLA, കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി R. മോഹൻകുമാർ, സ്വാഗത സംഘം ജനറൽ കൺവീനർ V. സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സ്തുത്യർഹമായ സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡൽ ലഭിച്ച ഉദ്യോഗസ്ഥരെയും ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ച മറ്റു വ്യക്തികളെയും ആദരിച്ചു. TCV ന്യൂസ്, തൃശൂർ. ലഹരി മാഫിയ ലഹരിയിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ലഹരിയിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുവാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലഹരിക്കും അക്രമത്തിനുമെതിരായി ഒറ്റക്കെട്ടായി നിലനിൽക്കുകയെന്നത് സഹായകരമായ നിലപാടല്ല പ്രതിപക്ഷ നേതാവിൻ്റെതെന്നും മന്ത്രി പറഞ്ഞു. ലഹരി മാഫിയയ്ക്കൊരു ലക്ഷ്യം എന്താ? ലഹരിയിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കലാണ്. പ്രതിപക്ഷ നേതാവിന്റെ ലക്ഷ്യം എന്താ? ലഹരിയിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കലാണ്. ചെറിയ വ്യത്യാസമുള്ളൂ രണ്ടും തമ്മിൽ. ലഹരിയിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നിരുത്തരവാദപരമായ പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ പാറ്റർനേജ് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ടായി. അത് അദ്ദേഹം പറഞ്ഞതിൽ കുറച്ച് വസ്തുതയുണ്ട്. നിയമസഭയിൽ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചല്ലോ. ഒരു കൊക്കൈൻ കേസിൽ, പ്രമുഖ സെലിബ്രിറ്റി ഉൾപ്പെട്ട കൊക്കൈൻ കേസിൽ പ്രതികളെ വെറുതെ വിട്ടത് പൊളിറ്റിക്കൽ പാറ്റർനേജാണ് എന്നത്. അത് അദ്ദേഹം പറഞ്ഞത് ഗൗരവമുള്ള കാര്യമാണ്. 2015 ജനുവരി 31 കേസ് പിടിച്ചത്.
കുറ്റപത്രം സമർപ്പിച്ചത് 2015 ആദ്യം മാർച്ച് 28-ന്, രണ്ടാമത്തെ കുറ്റപത്രം 2016 ഫെബ്രുവരി 11-ന്. അടുത്ത കാലത്ത് കേരളത്തിൽ വിട്ടുപോയൊരു കേസ് ഇതാണ്. അതിന്റെ സമയക്രമമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നുള്ളത് വ്യക്തമായില്ലേ. ആ അനുഭവം വെച്ചിട്ട് ഞങ്ങൾ വിമർശിക്കാൻ വരരുത്. ഇപ്പൊ പൊളിറ്റിക്കൽ പാറ്റർനേജ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആ സംഭവം മുൻനിർത്തി അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞതാണ്. അന്ന് അതിൽ എറണാകുളത്ത് നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിൽ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലെന്ന് അദ്ദേഹം പറയട്ടെ. കുറ്റപത്രത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. NDPS നിയമത്തിന്റെ വിവിധ വകുപ്പുകൾക്ക് വിരുദ്ധമായിട്ട് കുറ്റപത്രം സമർപ്പിച്ചത് കൊണ്ടാണ് ആ കേസിലെ സെലിബ്രിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾ രക്ഷപ്പെട്ടത്. പക്ഷെ പ്രതിപക്ഷ നേതാവ് ഈ സ്വന്തം കയ്യിലെ കറ മറച്ചു വെച്ചിട്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നുകൊണ്ട് പറയാം. അതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്. പാലിയേക്കരയിൽ ബംഗാൾ സ്വദേശിയെ ആക്രമിക്കുകയും യുവതിയെ തടവിൽ വെച്ച് കവർച്ച നടത്തുകയും ചെയ്ത സംഭവത്തിൽ ദുരൂഹതയേറുന്നു. സംഭവത്തിൽ ആക്രമിക്കപ്പെട്ട യുവതിയും അക്രമികളും പങ്കുകച്ചവടക്കാരായിരുന്നുവെന്നും ഇവർ നടത്തിയിരുന്ന സ്പാ 1 മാസം മുൻപ് നിർത്തിയതായും പോലീസ് പറഞ്ഞു. സ്പായുടെ മറവിൽ പ്രധാന പ്രതിയായ ഗോപകുമാർ മയക്കുമരുന്ന് വിൽപ്പന നടത്താൻ ശ്രമിച്ചതാണ് സ്പാ നിർത്താൻ കാരണമായതെന്നാണ് ആക്രമിക്കപ്പെട്ട യുവതി പോലീസിന് നൽകിയ മൊഴി. തൃശൂരിൽ നടത്തിയിരുന്ന സ്പായുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായും പോലീസിന് വിവരമുണ്ട്. ആക്രമിക്കപ്പെട്ട യുവതിയുടെ സുഹൃത്തും അറസ്റ്റിലായ ഗോപകുമാറുമായി അഭിപ്രായ ഭിന്നതയുണ്ടായതിന്റെ വൈരാഗ്യമാണ് യുവതിയെ കടത്തിക്കൊണ്ടുപോകാൻ കാരണം. പരിക്കേറ്റ യുവതിയെ റോഡിൽ തടഞ്ഞ് ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തൃശൂർ അരണാട്ടുകരയിൽ വെച്ചാണ് സംഘം യുവതിയെ തടഞ്ഞ് ആക്രമിച്ചത്. തുടർന്ന് ബലമായി കാറിൽ കയറ്റി ഗോപകുമാറിന്റെ കല്ലൂർ നായരങ്ങാടിയിലെ വീട്ടിലെത്തിക്കുകയും ആക്രമിച്ച് ആഭരണങ്ങൾ കൈവശപ്പെടുത്തുകയുമായിരുന്നു. ഇതിൽ അറസ്റ്റിലായ 5 ആളുടെ പേരിലും കൊലപാതക ശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. നായരങ്ങാടി സ്വദേശിയായ താഴേക്കാട് വീട്ടിൽ ഗോപകുമാർ, കോഴിക്കോട് മേലൂർ സ്വദേശി ചേലയാർകുന്നിൽ അഭിനാഷ് പി ശങ്കർ, അളഗപ്പനഗർ സ്വദേശി പുതുശ്ശേരിപ്പടി വീട്ടിൽ ജിതിൻ ജോഷി, കോഴിക്കോട് മേലൂർ സ്വദേശി ആതിര, തിരുവനന്തപുരം വെള്ളറട സ്വദേശി അഞ്ജു എന്നിവരുടെ പേരിലാണ് കേസ്. ഇതിൽ ഗോപകുമാർ, അഭിനാഷ്, ജിതിൻ എന്നിവരുടെ പേരിൽ ബംഗാൾ മുർഷിദാബാദ് സ്വദേശി അബ്ദുള്ളിനെ ആക്രമിച്ച സംഭവത്തിലും കൊലപാതക ശ്രമത്തിന് കേസുണ്ട്. വ്യാഴാഴ്ച രാത്രി 11:30-നാണ് പാലിയേക്കര ടോൾ പ്ലാസയുടെ സമീപത്തെ കോഫി ഷോപ്പിലെ ജോലിക്കാരനായ അബ്ദുള്ളിനെ സംഘം ആക്രമിച്ചത്. കോഫി ഷോപ്പിലെ ടോക്കൺ സമ്പ്രദായം തെറ്റിച്ചത് ചോദ്യം ചെയ്തതാണ് അക്രമികളെ പ്രകോപിപ്പിച്ചത്. ഈ സംഭവത്തിൽ പ്രതികളെ തിരഞ്ഞെത്തിയപ്പോഴാണ് പോലീസ് ഗോപകുമാറിന്റെ വീട്ടിൽ തടവിലിട്ടിരുന്ന യുവതിയെ കണ്ടത്. TCB ന്യൂസ്, പുതുക്കാട്. SSLC +2 പരീക്ഷകൾക്ക് നാളെ തുടക്കമാകും. 1ാം ഭാഷ പാർട്ട് 1 ആണ് SSLC ആദ്യ പരീക്ഷ. 4,26,990 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുക. കേരളത്തിൽ 2,964 പരീക്ഷാ കേന്ദ്രങ്ങളിൽ 4,25,861 ഗൾഫിലെ 7 കേന്ദ്രത്തിൽ 682 ലക്ഷദ്വീപിലെ 9 കേന്ദ്രത്തിൽ 447 കുട്ടികൾ പരീക്ഷ എഴുതും. SSLC പരീക്ഷ 26-ന് അവസാനിക്കും. മൂല്യനിർണ്ണയ ക്യാമ്പ് ഏപ്രിൽ 3-ന് ആരംഭിക്കും. മെയ് 3-ാമത്തെ ആഴ്ച ഫലപ്രഖ്യാപനമുണ്ടാകും. ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷ തിങ്കളാഴ്ചയും 1ാം വർഷ പരീക്ഷ വ്യാഴാഴ്ചയുമാണ് ആരംഭിക്കുക. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ തിയറി പരീക്ഷ വ്യാഴാഴ്ച തുടങ്ങി 29-ാം തീയതി അവസാനിക്കും. 2ാം വർഷ തിയറി പരീക്ഷ തിങ്കളാഴ്ച തുടങ്ങി 26-ാം തീയതിയാണ് അവസാനിക്കുക. സംസ്ഥാനത്ത് റംസാൻ വ്രതത്തിന് തുടക്കമായി. ഇനിയുള്ള 1 മാസം വ്രതശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും നാളുകളാണ്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ 4ാമത്തേതാണ് റംസാൻ വ്രതാനുഷ്ഠാനം. പള്ളികളും വീടിന്റെ അകത്തളങ്ങളും ഖുർആൻ പാരായണം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും മുഖരിതമായി. വ്രതദിനങ്ങളിൽ പള്ളികളിൽ നമസ്കാരത്തിന് പുറമെ പ്രഭാഷണങ്ങളും ഉണ്ടാകും. പകൽ മുഴുവൻ ഭക്ഷണപാനീയങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് പുലരും വരെ പ്രാർത്ഥനകളിൽ മുഴുകും. ക്ഷമ, കർത്തവ്യബോധം, ഐഹിക വികാരങ്ങളിലുള്ള നിയന്ത്രണം ഇവയൊക്കെ റംസാൻ മാസത്തിലെ തപശ്ചര്യകളിൽ പെടുന്നു. ത്വറാവീഹ് എന്നറിയപ്പെടുന്ന ദൈർഘ്യമേറിയ നമസ്കാരം റംസാൻ മാസത്തിലാണ്. ചില നമസ്കാരങ്ങൾ 20 ഘട്ടങ്ങൾ വരെ നീളും. ഓരോ 10-നും അതിൻ്റെതായ സവിശേഷതകളുമുണ്ട്. അവസാന 10-ലാണ് അസുലഭമായ ലൈലാത്തുൽ ഖദീർ പ്രത്യക്ഷപ്പെടുന്നത്.
റംസാനിലെ ആദ്യ പത്തിലും രണ്ടാം പത്തിലും അവസാന പത്തിലും പള്ളികൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടാകും. പുണ്യകർമ്മങ്ങളുടെ മാസം കൂടിയായതിനാൽ ദാനധർമ്മങ്ങൾ ചെയ്തും സക്കാത്ത് നൽകിയും സമ്പദ് ശുദ്ധീകരിക്കാനുമുള്ള അവസരം കൂടിയാണിത്. സാഹോദര്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും നിമിഷങ്ങൾ സമ്മാനിച്ച് നാടെങ്ങും ഇഫ്താർ സംഗമങ്ങളും നടക്കും. ഉപവാസത്തിന്റെ പകലും പ്രാർത്ഥനയുടെ രാവും കടന്നെത്തുന്ന വിശ്വാസിക്ക് മുന്നിൽ ധന്യതയുടെ പൂക്കാലമാണ് ഒരുങ്ങുക. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. യേശുവിന്റെ മരുഭൂമിയിലെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളെ സ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് അർദ്ധരാത്രി മുതൽ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കും. മനുഷ്യന്റെ മണ്ണിൽ നിന്നുള്ള ഉത്ഭവവും മണ്ണിലേക്കുള്ള മടക്കയാത്രയും ഓർമ്മപ്പെടുത്തി നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് സീറോ മലബാർ, സീറോ മലങ്കര വിശ്വാസികൾ വലിയ നോമ്പാചരണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച വിഭൂതി തിരുനാൾ ആചരിക്കും. ലത്തീൻ വിഭാഗക്കാർ ബുധനാഴ്ചയാണ് വിഭൂതി തിരുനാൾ ആചരിക്കുക. ത്യാഗപൂർണമായ ജീവിതം നയിച്ചും കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകിയും മത്സ്യമാംസങ്ങളടക്കമുള്ള ഭക്ഷണം ഉപേക്ഷിച്ചും ആഘോഷങ്ങൾ ഒഴിവാക്കിയും വിശ്വാസികൾ നോമ്പ് ആചരിക്കും. നോമ്പുകാലം ആരംഭിക്കുന്നതോടെ മലയാറ്റൂർ, പാലയൂർ, കനകമല തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് വിശ്വാസികൾ ഒഴുകും. നോമ്പ് ദിനങ്ങളിൽ എല്ലാ ദേവാലയങ്ങളിലും കുരിശിന്റെ വഴിയടക്കം പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും ഉണ്ടാകും. ഏപ്രിൽ 20 ഈസ്റ്റർ ആഘോഷത്തോടെ വലിയ നോമ്പിന് സമാപനമാകും. തൃശൂർ ജില്ലയിലെ ഏക കുരിശുമുടി തീർത്ഥാടന കേന്ദ്രമായ കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിലെ 86ാമത് നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കമായി. കനകമല ഇടവകയുടെ പ്രഥമ വികാരിയായിരുന്ന ഫാദർ ആന്റണി ചുറയത്തിന്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന തൃശൂർ അതിരൂപതയിലെ ചിറ്റിരപ്പള്ളി സെന്റ് റീത്ത പള്ളിയിൽ നിന്ന് വികാരി ഫാദർ ജോളി ചിറമേൽ തെളിയിച്ച ദീപശിഖ പ്രയാണത്തിന് മുക്കാട്ടുകര, കൊടകര, വല്ലപ്പാടി എന്നീ ഇടവക ദേവാലയങ്ങളിൽ സ്വീകരണം നൽകി. കനകമല അടിവാരത്തുള്ള സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ എത്തിച്ചേർന്ന ദീപശിഖ ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ ഏറ്റുവാങ്ങി. ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. തുടർന്ന് നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ബിഷപ്പ് തിരി തെളിയിച്ചു. തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, സഹവികാരി ഫാദർ റൈസൺ തട്ടിൽ, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, ജോയി കളത്തിങ്കൽ, PRO ഷാജൻ ഡി വിധേയത്തിൽ, ദീപശിഖ കൺവീനർ ബിജു കുയിലാടൻ, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉല്ലൂർ CAയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അനന്തുമാരിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. ഇത് രണ്ടാം തവണയാണ് അനന്തുവിനെ കാപ്പ ചുമത്തി ജയിലിലടയ്ക്കുന്നത്. വധശ്രമം, കവർച്ച ഉൾപ്പെടെ 12ഓളം കേസുകളിൽ പ്രതിയാണ് അനന്തു. ഉല്ലൂർ പടവരാട് സ്വദേശിയായ അനന്തുവിനെ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരമാണ് കരുതൽ തടങ്കലിൽ ആക്കിയത്. ഇക്കഴിഞ്ഞ ഡിസംബർ 5-നാണ് ഉല്ലൂർ CA ആയിരുന്ന ഫർഷാദിനെ പ്രതി കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അനന്തുവിനെ മറ്റൊരു കേസിൽ പിടികൂടാൻ എത്തിയപ്പോഴായിരുന്നു ആക്രമണം. കാപ്പ പ്രകാരം നാടുകടത്തിയ പ്രതി ഉൾപ്പെടെ 2 പേരെ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും 50 ഗ്രാം MDMA-യുമായി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡ് പിടികൂടി. എടക്കടിയൂർ സ്വദേശി പുളിക്കൽ വീട്ടിൽ നജിൽ, അഞ്ചങ്ങാടി സ്വദേശി പൊന്നക്കരൻ വീട്ടിൽ ഫാദർ ഫാസിൽ എന്നിവരെയാണ് ലഹരിവിരുദ്ധ സ്ക്വാഡും ഈസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടിയത്. നജിലിനെയാണ് 1 വർഷത്തേക്ക് നാടുകടത്തിയിരുന്നത്. ഇരുവരും ബാംഗ്ലൂരിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി വരുന്നതിനിടയിലാണ് തൃശൂരിൽ പിടിയിലായത്. ഉളകര ആദിവാസി ഉന്നതിയിലുള്ളവരുടെ ഭൂമി പ്രശ്നത്തിന് പരിഹാരമായി. റവന്യൂ മന്ത്രി മാർച്ച് 22 44 കുടുംബങ്ങൾക്ക് 1.5 ഏക്കർ വീതം വനാവകാശ രേഖ കൈമാറും. ഈ മാസം 22-ന് ഒളകരയിൽ നടക്കുന്ന ചടങ്ങിൽ വനം, റവന്യൂ, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കും. കണ്ണാറയിൽ തേനീച്ച കുത്തേറ്റ് 4 പേർക്ക് പരിക്കേറ്റു. കണ്ണാറ സ്വദേശികളായ തങ്കച്ചൻ, ജോമോൻ, ഐസക്, ബെന്നി വർഗീസ്, റനീഷ് രാജൻ എന്നിവർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. പറമ്പിലേക്ക് പോയ തങ്കച്ചന് തേനീച്ചയുടെ കുത്തേറ്റ വിവരം അറിഞ്ഞ് രക്ഷിക്കാൻ പോയവർക്കുമാണ് കുത്തേറ്റത്. പരിക്കേറ്റ 4 പേരെയും തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലയാള സിനിമാ മേഖലയിലെ നവോത്ഥാന പ്രസ്ഥാനമാണ് WCC എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. KA തോമസ് മാസ്റ്റർ അനുസ്മരണവും സ്മാരക പുരസ്കാര സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമാ മേഖലയിലെ ആൺ മേൽക്കോയ്മയ്ക്കെതിരെ ശബ്ദമുയർത്തി വിവേചനങ്ങളെ പൊതുസമൂഹത്തിന് മുന്നിലെത്തിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. വേതനത്തിൽ മാത്രമായിരുന്നില്ല, കഥാപാത്രങ്ങളിലും വിവേചനം പ്രകടമായിരുന്നുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. തോമസ് മാസ്റ്റർ ഫൗണ്ടേഷൻ പുരസ്കാരം WCCക്ക് വേണ്ടി ജോളി ചിറയത്ത്, ആശാ ജോസഫ് എന്നിവർ സ്വീകരിച്ചു. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. എടത്താട്ടിൽ മാധവന് മരണാനന്തര ആദരം നൽകി. PN ഗോപികൃഷ്ണൻ ജൂറി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇന്ത്യൻ ഭരണഘടനയും സനാതന ധർമ്മവും എന്ന വിഷയത്തിൽ ഡോക്ടർ TS ശ്യാംകുമാർ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, TK ശക്തിധരൻ, CR പുരുഷോത്തമൻ, PK കിട്ടൻ, ബിന്ദു ബാബു, കൊച്ചുതെറേസ്യ തോമസ്, ബൈജു മണന്തറ തുടങ്ങിയവർ സംസാരിച്ചു. മെഡിക്കൽ കോളേജിലെ
അമിതവേഗതയിൽ ദിശതെറ്റി വന്ന ബസ്സിടിച്ച് കാൽനട യാത്രികനായ വയോധികൻ മരിച്ചു. മുതുവറ സെൻട്രൽ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ചൂരക്കാട്ടുകര സ്വദേശി എടശ്ശേരി വളപ്പിൽ 70 വയസ്സുള്ള രാമകൃഷ്ണനാണ് മരിച്ചത്. റോഡ് പണിയെ തുടർന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള മുതുവറ സെൻട്രലിൽ കുന്നുകുളം ഭാഗത്തു നിന്നും വന്ന ആര്യ ബസ് ദിശതെറ്റിച്ച് അമിതവേഗത്തിൽ തൊട്ടടുത്ത ട്രാക്കിലൂടെ വന്നപ്പോഴാണ് അപകടമുണ്ടായത്. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്റർ പുനർനിർമ്മാണത്തിൽ വലിയ പിഴവുകളുണ്ടെന്നും അശാസ്ത്രീയമായാണ് നിർമ്മാണമെന്നും തീരദേശ സംരക്ഷണ സമിതി ഭാരവാഹികൾ ആരോപിച്ചു. KLDC കനാലിനും പെരിങ്ങാട് പുഴയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ കാലപ്പഴക്കം മൂലം ദ്രവിച്ച് ശോചനീയാവസ്ഥയിലായിരുന്നു. ഇടിയഞ്ചിറ പാലത്തിന്റെ ഷട്ടറുകൾ സ്ഥാപിക്കുന്ന തൂണുകളും കോൺക്രീറ്റ് ഇളകിപ്പോയി ബലക്ഷയം സംഭവിച്ച നിലയിലാണ്. ഇതുമൂലം KLDC കനാലിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയുവാൻ വർഷങ്ങളായി താൽക്കാലിക ബണ്ട് കെട്ടുകയായിരുന്നു പതിവ്. ഓരോ വർഷവും 20 ലക്ഷത്തിനടുത്താണ് ഇതിന് ചെലവായി വരുന്നത്. താൽക്കാലിക ബണ്ട് നിർമ്മാണം ഒഴിവാക്കാനും പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്നത് തടയാനായിട്ടാണ് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ നവീകരിക്കുവാൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ 5 കോടി ചിലവാക്കി നടത്തുന്ന ഈ പുനർനിർമ്മാണങ്ങൾക്ക് വേണ്ടത്ര ഗുണനിലവാരമില്ലെന്ന് തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനെല്ലൂർ പറഞ്ഞു. 40 വർഷത്തോളമായി ഈ റെഗുലേറ്റർ നിർമ്മിച്ചിട്ട് പല രീതിയിലുള്ള ക്രാക്കുകളും അതുപോലെ തന്നെ വിള്ളലുകളും ഈ ഇടിയഞ്ചിറ റെഗുലേറ്ററിന് വന്നിട്ടുണ്ട്. അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിന് വേണ്ടി മാത്രം 5.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ പണി നടക്കുന്നത്. ഈ പണി വളരെ സേഫ്റ്റിയോടുകൂടിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നല്ല ശക്തമായ രീതിയിലോ ഉള്ള നിർമ്മാണ പ്രവർത്തനമല്ല ഇവിടെ നടക്കുന്നത്. ഇടിയഞ്ചിറ റെഗുലേറ്ററിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോഴും ക്രാക്ക് വന്ന് പൊട്ടി ചിന്നി നിൽക്കുകയാണ്. ഇതുമ്മലാണ് മറ്റ് ഷട്ടറുകളും മറ്റും പിടിപ്പിക്കുന്നത്. പുതിയൊരു റെഗുലേറ്ററും പുതിയൊരു പാലവും വന്നാൽ മാത്രമാണ് അവിടെ കൂടുതൽ ആളുകൾക്ക് വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു നിർമ്മാണ പ്രവൃത്തി തന്നെ ശരിയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാലപ്പഴക്കം കൊണ്ട് ഏറെ ദുർബലാവസ്ഥയിലാണ് പാലത്തിന്റെ തൂണുകൾ. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ സ്ഥാപിക്കുന്ന തൂണുകളുടെ ബലക്ഷമത പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഷട്ടറുകൾ സ്ഥാപിക്കാവൂ എന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം. കഴിഞ്ഞ ദിവസം താൽക്കാലിക ബണ്ട് പൊട്ടിയതിനാൽ റെഗുലേറ്ററിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരുന്നു. എത്രയും പെട്ടെന്ന് റെഗുലേറ്റർ നവീകരണത്തിനും ഉപ്പുവെള്ള ഭീഷണിക്കും പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് തീരദേശ സംരക്ഷണ സമിതിയും കർഷകരും. TCV ന്യൂസ്, പാവർട്ടി. കൊണ്ടാടി പാടശേഖരത്തിൽ പന്നിപ്പടക്കം പൊട്ടി പശുക്കിടാവിന്റെ മുഖത്ത് ഗുരുതര പരിക്കേറ്റു. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് മേയാൻ വിട്ട പശുക്കിടാവ് പന്നിപ്പടക്കത്തിൽ കടിക്കുകയായിരുന്നു. സൗത്ത് കൊണ്ടാടി കിളിനിക്കടവ് സ്വദേശി തോടുകാട്ടിൽ സേതുമാധവന്റെ പശുക്കിടാവിനാണ് ഗുരുതര പരിക്കേറ്റത്. മേഖലയിൽ പന്നിപ്പടക്കം കെണിവെച്ച് കാട്ടുപന്നികളെ പിടിക്കുന്ന സംഘം മേഖലയിൽ സജീവമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച പന്നിപ്പടക്കം വെച്ച് കാട്ടുപന്നികളെ വേട്ടയാടുന്ന സംഘത്തെ പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസും നാഷണൽ ഹെൽത്ത് മിഷനും അശ്വിനി ആശുപത്രിയും സംയുക്തമായി അശ്വിനി ആശുപത്രിയിൽ ഏകദിന മെഗാ ക്യാൻസർ പരിശോധന ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാൻസർ രോഗനിർണയ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ശ്രീദേവി, കൌൺസിലർ പൂർണിമ സുരേഷ്, അശ്വിനി ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ IN രാജേഷ്, അശ്വിനി ആശുപത്രി ജനറൽ മാനേജർ PK രാജു തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി ഫ്ലാഷ് മോബ് ഉൾപ്പെടെയുള്ള വിവിധ ബോധവൽക്കരണ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ലോകത്തിലെ 100-ലേറെ കാറുകളുടെ പേരുകൾ മിനിറ്റുകൾക്കുള്ളിൽ പറഞ്ഞ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ് പുന്നൂക്കര സ്വദേശിയായ 4 വയസ്സുകാരൻ. പുന്നൂക്കര കുരുളി വീട്ടിൽ രാഖിലിന്റെയും ഐശ്വര്യയുടെയും മൂത്തമകനായ രുദ്രാക്ഷ് റെക്സ് രാഖിലാണ് അസാമാന്യ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയെടുത്ത് വിസ്മയിപ്പിച്ചത്. അച്ഛനും മുത്തച്ഛനും ഡ്രൈവർമാരായതുകൊണ്ട് രുദ്രാക്ഷ് അംഗൻവാടിയിൽ പോകുമ്പോൾ തന്നെ കാറുകളോട് പ്രത്യേക ഇഷ്ടം പ്രകടിപ്പിച്ചിരുന്നു. 2.5 വയസ്സിൽ ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ എല്ലാവരും നമ്മളടുത്ത് ചോദിച്ചു, ഇങ്ങനെ അറിയണവരൊക്കെ ചോദിച്ചു, ഇങ്ങനെ നിങ്ങൾക്ക് റെക്കോർഡിലേക്ക് നിങ്ങൾക്ക് കൊടുത്തൂടെ? അപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മൾ അതിനെ പറ്റിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വണ്ടികളുടെ ഇങ്ങനെ എണ്ണം കൂട്ടി വരുന്നുണ്ട്. പിന്നെ ഓരോ വണ്ടികൾ റോഡിൽ കാണുന്നത് അതൊക്കെ ചോദിക്കുമ്പോൾ എണ്ണം കൂടി വരുമ്പോൾ നമുക്ക് തന്നെ തോന്നിയൊന്ന് അപ്ലൈ ചെയ്താലോ. ഏകദേശം 102 കാറുകളുടെ ഇതാണ് അവൻ തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഒരു തവണ കണ്ട കാറിന്റെ പേർ ചിത്രങ്ങളാക്കി കാണിക്കുമ്പോൾ അതിന്റെ പേര് പറഞ്ഞു തുടങ്ങിയതോടെയാണ് വീട്ടുകാർക്ക് അവനിലെ കഴിവ് മനസ്സിലായത്. ക്രൈസ്ലർ, ജെറിക്യു, സുബാറു, സിട്രോൺ, അപ്പലസ്റ്ററ. പിന്നീട് കളിപ്പാട്ട കാറുകളുടെ വൻ ശേഖരമുള്ള രുദ്രാക്ഷിന് ഒറിജിനൽ കാറുകളുടെ ചിത്രങ്ങൾ നൽകി പ്രോത്സാഹനമേകുകയായിരുന്നു വീട്ടുകാർ.
2 വയസ്സായപ്പോൾ തന്നെ 50ഓളം കാറുകളുടെ പേരുകൾ ഈ കൊച്ചുമെടുക്കാൻ പറഞ്ഞു തുടങ്ങി. ചെറുതിലെ വണ്ടികളോട് ഇത്തിരി ക്രേസ് കൂടുതലായിരുന്നു. അപ്പോൾ ഇങ്ങനെ വണ്ടികളുടെ ഓരോ ചെറിയ ഫോട്ടോ, വീഡിയോ, പരസ്യമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പേര് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ വീട്ടിൽ തന്നെ വണ്ടികൾ അല്ലെങ്കിൽ കസിൻസിൻ്റെ വണ്ടികളൊക്കെ പറയുമ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റ്. പിന്നെ അതേ വണ്ടികളുടെ തന്നെ പഴയ മോഡലായാലും പുറത്തിറങ്ങുമ്പോൾ പെട്ടെന്ന് അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അങ്ങനെ പഠിപ്പിച്ചു തുടങ്ങിയതാണ്. ഒഴിവു സമയമെല്ലാം മകന്റെ കാറിനോടുള്ള അഭിരുചിക്ക് വേണ്ടി മാറ്റിവെക്കാൻ മാതാപിതാക്കൾ തീരുമാനിച്ചു. പിന്നീടുള്ള യാത്രയിലെല്ലാം കാണുന്ന കാറുകൾ രുദ്രാക്ഷിന് ഇവർ പറഞ്ഞു കൊടുത്തു. നൊടിയിടയിലായിരുന്നു കാറുകളുടെ പേരുകൾ രുദ്രാക്ഷ് മനസ്സിൽ കുറിച്ചത്. നാവിന് വഴങ്ങാത്ത വിദേശ ഇനം കാറുകളുടെ പേരുകൾ അനായാസം പറഞ്ഞു തുടങ്ങിയതോടെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് അപേക്ഷ നൽകിയത്. 3 മിനിറ്റ് 58 സെക്കൻഡ് കൊണ്ട് 102 കാറുകളുടെ പേരുകൾ പറഞ്ഞാണ് രുദ്രാക്ഷ് റെക്കോർഡ് കൈവരിച്ചത്. മകന്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ഇത്തരം അവസരങ്ങൾ നേടിയെടുക്കാൻ ഏറെ ശ്രമങ്ങളാണ് വീട്ടുകാർ നടത്തിയത്. വെട്ടുകാട് കിൻഡർഗാർഡൻ സ്കൂളിൽ LKGയിൽ പഠിക്കുന്ന രുദ്രാക്ഷ് ഇപ്പോൾ നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. 1.5 വയസ്സുള്ള റിദ്യാഡാണ് സഹോദരൻ. തനിക്ക് ലഭിച്ച നേട്ടത്തിന്റെ വലിപ്പമൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായില്ലെങ്കിലും ഇനിയും പുറത്തിറങ്ങാൻ പോകുന്ന കാറുകളെ കാത്തിരിക്കുകയാണ് രുദ്രാക്ഷ്. TCV ന്യൂസ്, പുതുക്കാട്. തിരികെ വാർത്തകളിലേക്ക്. ചന്ദ്രാപ്പിന്നി ചാമക്കാലയിൽ വീടിന് തീപിടിച്ചു. ചാമക്കാല ബീച്ച് പാലസിന് സമീപം മലനീലി വീട്ടിൽ ശ്യാംകുമാറിന്റെ പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ വീടിനാണ് തീപിടിച്ചത്. വീടിന്റെ അടുക്കള ഭാഗത്തെ ഷീറ്റിനാണ് തീപിടിച്ചത്. ഈ സമയം പുറത്തിറങ്ങിയ വീട്ടുകാർ തീ കത്തുന്നത് കണ്ട് മോട്ടോർ അടിച്ച് വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കുകയായിരുന്നു. പ്രദേശത്ത് സാമൂഹിക വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണെന്ന് വീട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ശ്യാംകുമാറിന്റെ ബൈക്കിനും കേടുപാടുകൾ വരുത്തിയിരുന്നു. സംഭവം അറിഞ്ഞ് വാർഡ് മെമ്പറും കയ്പമംഗലം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വീടിനോട് ചേർന്നുള്ള കിണറിനുള്ളിൽ മണ്ണിടിയുന്നു. അടുത്തിളകുന്ന വീട്ടിൽ ഭീതിയോടെ കഴിയുകയാണ് ഒരു കുടുംബം. ചിറ്റിശ്ശേരി നടുവിൽ വീട്ടിൽ സുനിലും കുടുംബവുമാണ് ഈ ദുരവസ്ഥ അനുഭവിക്കുന്നത്. നെന്മണിക്കര പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുക അനുവദിക്കാമെന്ന് പറഞ്ഞെങ്കിലും അടിത്തട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന 5 സെന്റ് സ്ഥലത്ത് എന്ത് ചെയ്യണമെന്നറിയാത്ത സ്ഥിതിയിലാണ് ഇവർ. 19 കോൽ താഴ്ചയുള്ള കിണർ വർഷങ്ങളായി ഇടിയുന്നുണ്ട്. കിണറിന്റെ ഉൾവശം ഇടിഞ്ഞിടിഞ്ഞ് വീടിന്റെ അടിഭാഗത്തേക്കും വ്യാപിച്ച നിലയിലാണ്. വീടിന്റെ അടുക്കളയും ഒരു മുറിയും വരാന്തയും ഏത് നിമിഷവും അടിത്തട്ടിളകി ഇടിഞ്ഞു വീഴുമെന്ന അവസ്ഥയിലാണ്. അപസ്മാര രോഗിയായ സുനിൽ പണിക്കിടെ കിണറ്റിൽ വീണ് ഇടുപ്പിന് പരിക്കേറ്റ വർഷങ്ങളായി ചികിത്സയിലാണ്. സുനിലിന്റെ ഭാര്യ ദീപ ഓട്ടുകമ്പനി തൊഴിലാളിയാണ്. ആഴ്ചയിൽ 3 ദിവസം മാത്രം ജോലിയുള്ള ദീപയുടെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇവരുടെ കുടുംബം കഴിയുന്നത്. ഏത് നിമിഷം അത് ഫുള്ളായിട്ട് ഇടിക്കുകയും ഒരു മഴ വന്നു കഴിഞ്ഞാൽ തീരെ ഞങ്ങൾക്ക് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതേപോലെ ചുറ്റും റൂമുകളിലേക്കും അടുക്കളയിലേക്കും ഫുള്ളും ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുക അടി. ഞങ്ങൾക്കിപ്പോൾ അതൊന്നും ചെയ്യാൻ ഒരു പാകമില്ലാത്തൊരവസ്ഥയാണ്. വയസ്സായ ചേട്ടൻ്റെ അമ്മയും എൻ്റെ ഭർത്താവിനാണെങ്കിൽ അപസ്മാരം വന്ന് 20 കോൽ താഴ്ചയിലേക്കൊക്കെ വീണ് കിണർ ഈ എലിക്കാലത്തെ എല്ലാം ഒടിഞ്ഞ് ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സഹായിക്കുക. വർഷങ്ങൾക്ക് മുൻപ് സഹകരണ ബാങ്കിൽ നിന്നെടുത്ത കടം കുടിശ്ശികയായി ജപ്തിയുടെ വക്കിലാണ് സുനിലും കുടുംബവും. വീട് വിറ്റ് കടം തീർക്കാമെന്ന് വെച്ചാൽ അടിത്തട്ടിളകി അപകടാവസ്ഥയിലായ സ്ഥലം വാങ്ങാൻ ആരും എത്തുന്നില്ല. സുനിലും ദീപയും അമ്മയും മകനും വർഷങ്ങൾക്ക് മുൻപ് ആത്മഹത്യ ചെയ്ത സുനിലിന്റെ സഹോദരന്റെ മകനും ഈ വീട്ടിലാണ് കഴിയുന്നത്. കിണറിന്റെ അടിത്തട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വരാനിരിക്കുന്ന മഴക്കാലമാണ് ഇവരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നത്. മഴ ശക്തമായാൽ അടിത്തട്ട് ഇടിഞ്ഞു തുടങ്ങിയ വീട് ഏത് സമയവും തകരുമെന്ന സ്ഥിതിയാണ്. TCV ന്യൂസ്, പുതുക്കാട്. മനക്കുടിയിൽ യുവാവിനെ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളായ സഹോദരങ്ങൾ അറസ്റ്റിൽ. സ്കൂട്ടറിൽ വരികയായിരുന്ന മനക്കുടി സ്വദേശി പള്ളിപ്പുറത്തുകാരൻ വീട്ടിൽ അക്ഷയ് എന്നയാളെ മനക്കുടി കുന്ന് സെന്ററിൽ വെച്ച് തുറച്ചു നോക്കിയതിലുള്ള വിരോധത്താൽ ആക്രമിച്ച കേസിലാണ് പ്രതികൾ പിടിയിലായത്. മനക്കുടിയിൽ താമസിക്കുന്ന പള്ളിയിൽ വീട്ടിൽ പ്രത്യൂഷ്, കിരൺ എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സബ് ഇൻസ്പെക്ടർമാരായ സുബിന്ദ്, ജോസി, പോലീസ് ഉദ്യോഗസ്ഥരായ ശിവകുമാർ, ഫൈസൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ജില്ലയിൽ 2000 കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐ ദാഹജല പന്തൽ ഒരുക്കും. ജില്ലയിലെ എല്ലാ യൂണിറ്റുകളിലും ദാഹജല പന്തലുകൾ സ്ഥാപിക്കുന്നതിനോടൊപ്പം തന്നെ റോഡ് സൈഡിലുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വീടിന് മുൻപിലും കുടിവെള്ളം വിതരണം ചെയ്യുവാനുള്ള സംവിധാനമൊരുക്കുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അറിയിച്ചു. ജില്ലാതല ഉദ്ഘാടനം തൃശൂർ കിഴക്കേക്കോട്ടയിൽ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് കുടിവെള്ളം വിതരണം ചെയ്ത് നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് സുജിത് സുകുമാരൻ അധ്യക്ഷത വഹിച്ചു.
കുന്നംകുളം പോലീസ് സ്റ്റേഷന് സമീപം നിയന്ത്രണം വിട്ട കാറിടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികളായി 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. സേലം സ്വദേശിനികളായ കോളഞ്ചി, കുമാരി എന്നിവർക്കാണ് പരിക്കേറ്റത്. മലപ്പുറം ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് സ്ത്രീകളെ ഇടിച്ചു തെറിപ്പിച്ചതിന് ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്ത് പാതയോരത്ത് സൂക്ഷിച്ച വാഹനങ്ങളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ തലയ്ക്ക് ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ കാവിൽക്കടവിൽ വീട്ടിൽ പണം വെച്ച് ചീട്ടുകളിക്കുകയായിരുന്ന 8-അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാവിൽക്കടവ് സ്വദേശികളായ ബിൻഡി, തമ്പി, ആന്റണി, പുല്ലൂറ്റ് സ്വദേശി അബ്ദുൾ ലത്തീഫ്, ശൃംഗപുരം സ്വദേശി സച്ചിദാനന്ദൻ, എറിയാട് സ്വദേശി റിജിത്ത്, മേത്തല അഞ്ചപ്പാലം സ്വദേശി ഗോപൻ, എറിയാട് പേബസാർ സ്വദേശി ഷമീർ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 68,030 രൂപ പിടിച്ചെടുത്തു. കൊടുങ്ങല്ലൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ KG സജിൽ, പ്രൊബേഷൻ സബ് ഇൻസ്പെക്ടർ വൈഷ്ണവ് രാമചന്ദ്രൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഗോപേഷ്, സുമേഷ്, ബിനിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചീട്ടുകളി സംഘത്തെ പിടികൂടിയത്. മാതാപിതാക്കളെ അസഭ്യം പറഞ്ഞതിനെ ചോദ്യം ചെയ്ത സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ച ക്രിമിനൽ കേസിലെ പ്രതി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂരിലെ തുണിക്കടയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായ എറിയാട് ചള്ളിയിൽ വീട്ടിൽ ഗിരീശനെ ഇരുമ്പുവടി കൊണ്ട് ആക്രമിച്ച ഇടവിലങ്ങ് കണിച്ചുകുന്നത്ത് വീട്ടിൽ ജോബിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിക്ക് സമീപത്തുള്ള ചായക്കടയിലുണ്ടായ വാക്കുതർക്കത്തിനിടെ ജോബ് ഗിരീഷിനെ ആക്രമിക്കുകയായിരുന്നു. കൊലപാതകം ഉൾപ്പെടെ 11 കേസുകളിൽ പ്രതിയാണ് ജോബെന്ന് പോലീസ് പറഞ്ഞു. സബ് ഇൻസ്പെക്ടർമാരായ KG സജിൽ, ബാബു സെബി, ASI സുമേഷ് ബാബു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ്, സിവിൽ പോലീസ് ഓഫീസർ അനസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വേലൂർ മണിമലർക്കാവ് വേലയ്ക്കായുള്ള ക്ഷേത്ര കുതിരയൊരുങ്ങുന്നു. നിർമ്മാണം പൂർത്തിയാക്കി അശ്വതി നാളിൽ ദേശകുതിരയുടെ തല കൊളുത്തുന്നതോടെയാണ് വേലൂർ മണിമലർക്കാവ് കുതിരവേലയ്ക്ക് തുടക്കമാകുന്നത്. മണിമലർക്കാവ് വേലയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് തിരിക്കുതിര. ക്ഷേത്രകുതിരയും വേലൂർ ദേശകുതിരയുമാണ് മണിമലർക്കാവ് കുതിരവേലയിലെ തിരിക്കുതിരകൾ. ശില്പഭംഗിയിലും വർണ്ണക്കാഴ്ചകളിലും വേറിട്ട് നിൽക്കുന്ന തിരിക്കുതിരകൾ തച്ചുശാസ്ത്രത്തിന്റെ മികവും ദേശത്തെ തച്ചന്മാരുടെയും പെരുമണ്ണാന്മാരുടെയും കരവിരുതും എടുത്തു കാണിക്കുന്നതാണ്. എല്ലാ വർഷവും തിരിക്കുതിരയെ ഒരുക്കുന്നത് ദേശത്തെ ആശാരിമാരാണ്. 30 അടിയിലധികം നീളമുള്ള 3 തേക്കിൻ തണ്ടിൽ 4 അടിയോളം ഉയരത്തിൽ കുതിരയെയും പടയാളികളെയും ചുറ്റി ഗോപുരവും അലങ്കാരങ്ങളുമുണ്ട്. ഇതിലാണ് കുതിരയെ ഘടിപ്പിക്കുന്നത്. എഴുന്നള്ളിപ്പിന്റെ സമയങ്ങളിൽ 2 അടിയോളം ഉയരത്തിൽ എഴുന്നേൽപ്പിച്ചു നിർത്താനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കുതിരക്കാലുകൾക്കും ചുറ്റുഗോപുരങ്ങൾക്കും ആടയാഭരണങ്ങൾക്കും നൂറ്റാണ്ടിന്റെ പഴക്കമുള്ളതാണ്. ചിത്രപ്പണി ചെയ്ത മരത്തിലുള്ള കുതിരത്തലയും ഏറെ ആകർഷണീയമാണ്. മുളം തണ്ടുകളിൽ കയർ ചുറ്റി നിർമ്മിച്ച കുതിരയുടെ ആകൃതിക്ക് പട്ടു ചുറ്റുന്നത് ദേശത്തെ അവകാശമുള്ള പെരുമണ്ണാന്മാരാണ്. നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും രൂപത്തിൽ മാറ്റം വരുത്താതെയാണ് വേലയിൽ കുതിരകളെ എഴുന്നള്ളിക്കുന്നത്. ഈ മാസം 3, 4, 5 തീയതികളിലാണ് വേലൂർ മണിമലർക്കാവ് കുതിരവേല. TCV ന്യൂസ്, എരുമപ്പെട്ടി. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം തടയുവാൻ പട്ടാണിക്കാട് മുതൽ ചേപ്പിലക്കോട് വരെയുള്ള ഭാഗത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന നടപടിക്ക് തുടക്കമായി. MLA സേവ്യർ ചിറ്റലപ്പള്ളിയുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. അകമല പട്ടാണിക്കാട് ഭാഗത്താണ് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്ന നടപടികൾക്ക് തുടക്കം കുറിച്ചത്. 18 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 5 കിലോമീറ്റർ ദൂരം സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. കാട്ടിലെ ഗേറ്റ് ഭാഗത്തു നിന്നും ആരംഭിച്ച് ചേപ്പലക്കോട് വരെയുള്ള ഭാഗത്ത് അടിയന്തരമായി ആനകൾ ഇറങ്ങുന്ന പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി പ്രത്യേക ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്ന് MLA മാധ്യമങ്ങളോട് പറഞ്ഞു. RKVY പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആനകൾ ഇറങ്ങുന്ന കാക്കിനിക്കാട് ഉന്നതിയിൽ പ്രവർത്തനരഹിതമായ സോളാർ ഫെൻസിംഗിന്റെ റിപ്പയറും കൂടി അടിയന്തരമായി നിർവഹിക്കുമെന്നും കുറ്റിക്കാട് മുതൽ മേലിലം വരെയുള്ള 10 കിലോമീറ്റർ ഭാഗത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് 34 ലക്ഷം രൂപ പ്രത്യേകമായി RKVY പദ്ധതിയിൽ നിന്ന് അനുവദിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും MLA പറഞ്ഞു. സോളാർ ഫെൻസിംഗ് ഇടുന്ന നടപടികൾ തുടക്കം കുറിക്കുകയാണ്. 18 ലക്ഷം രൂപയാണ് ഈ സോളാർ ഫെൻസിങ്ങിന് വേണ്ടി ഇപ്പോൾ എസ്റ്റിമേറ്റും അതിന്റെ ഭാഗമായി ടെൻഡർ ചെയ്ത് നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ആന ഇറങ്ങുന്നത് തടസ്സപ്പെടുത്താൻ ഹാങ്ങിങ് ഫെൻസിംഗ് കൂടി വേണം എന്നുള്ള ആവശ്യം നിലനിൽക്കെ തന്നെയാണ് എല്ലാ മൃഗങ്ങളും ക്ഷീടത്തിലേക്ക് ഇറങ്ങുന്നത് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഈ പദ്ധതി നാം ഇപ്പോൾ ആരംഭിക്കുന്നത്. അതിവേഗത്തിൽ ഈ പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ R ആനന്ദ്, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P വിനോദ്, കൗൺസിലർ KU പ്രദീപ്,
പൊതുപ്രവർത്തകനായ MJ ബിനോയ്, കർഷകരായ KP മദനൻ, ബാബു പൂക്കുന്നത്ത്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, വാച്ചർമാർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്ര കലശ ചടങ്ങുകൾക്ക് തുടക്കമായി. ദീപാരാധനയ്ക്ക് ശേഷം തന്ത്രി ചേന ദിനേശ് നമ്പൂതിരിപ്പാടിന് ക്ഷേത്രം ഊരാളൻ മല്ലേശ്വരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കൂറയും പവിത്രവും നൽകി ആചാര്യവരണം നിർവഹിച്ചു. തുടർന്ന് ഗണപതി പൂജയും മുളയിടലും നടന്നു. മുളയറയിൽ 10 വെള്ളിപ്പാലികയിൽ നവധാന്യം വിതച്ചാണ് മുളയിട്ടത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശുദ്ധികർമ്മങ്ങളും ഹോമവും അഭിഷേകവുമാണ്. 8-ന് തത്വകലശാഭിഷേകം നടക്കും. 9-ന് അതിപ്രധാനമായ 1000 കലശവും ബ്രഹ്മകലശവും അഭിഷേകം ചെയ്യുന്നതോടെ കലശ ചടങ്ങുകൾ പൂർത്തിയാകും. കലശ ചടങ്ങുകൾ നടക്കുന്നതിനാൽ ദീപാരാധന മുതൽ അത്താഴപൂജ വരെ ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല. ഭക്തർ വലിയ ബലിക്കലിന് സമീപം നിന്ന് ദർശനം നടത്തി ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ഈ മാസം 10-ന് രാവിലെ ആനയില്ല ശിവേലിയും ഉച്ചതിരിഞ്ഞ് 3-ന് ആനയോട്ടവും നടക്കും. ആനയോട്ടത്തിന് ശേഷം രാത്രി കുംഭത്തിലെ പൂയം നാളിൽ തന്ത്രി നമ്പൂതിരിപ്പാട് സ്വർണ്ണധ്വജത്തിൽ കൊടിയേറ്റുന്നതോടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കമാകും. 19-ന് ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച ബ്രഹ്മസ്വമഠം പ്രസിഡന്റായ അഡ്വക്കേറ്റ് പി പരമേശ്വരന്റെ കുറൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് സമ്പുടം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ബ്രഹ്മസ്വമഠം വേദഗവേഷണ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ PC മുരളി മാധവനിൽ നിന്ന് ഡോക്ടർ KS നീലകണ്ഠൻ പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ പാഴൂർ ദാമോദരൻ, മുല്ലമംഗലം നാരായണൻ, VT വാസുദേവൻ, KN പരമേശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7930 രൂപ, പവന് 63440 രൂപ, വെള്ളി ഗ്രാമിന് 104 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3370 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ലഹരിക്കും അക്രമത്തിനുമെതിരായി സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. അക്രമം ആഘോഷിക്കപ്പെടുന്നതും അക്രമത്തെ പർവ്വതീകരിക്കുന്നതും സമൂഹത്തിന് ഭീഷണിയാണെന്നും മന്ത്രി. വലിയഖരയിൽ ബംഗാൾ സ്വദേശിനിയെ തടവിൽ വെച്ച സംഭവത്തിൽ ദുരൂഹതയേറുന്നു. പ്രതികൾ തൃശൂരിൽ സ്പായുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായി പോലീസിന് സൂചന ലഭിച്ചു. SSLC +2 പരീക്ഷകൾക്ക് നാളെ തുടക്കമാകും. SSLC പരീക്ഷ എഴുതുന്നത് 4,26,990 വിദ്യാർത്ഥികൾ. സംസ്ഥാനത്ത് റംസാൻ വ്രതത്തിന് തുടക്കമായി. ഇനിയുള്ള ഒരു മാസം പള്ളികളും വീടുകളും പ്രാർത്ഥനാമുഖരിതം. ക്രൈസ്തവ വിശ്വാസികളുടെ വലിയ നോമ്പാചരണത്തിന് ഇന്ന് അർദ്ധരാത്രി മുതൽ തുടക്കമാകും. ഉല്ലൂർ CAയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അനന്തുമാരിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. കാപ്പ പ്രകാരം നാടുകടത്തിയ പ്രതി ഉൾപ്പെടെ 2 പേരെ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും MDMAയുമായി തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡ് പിടികൂടി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.